ഹായ് ഗൈസ്, എല്ലാവർക്കും സൈബർടെക്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ റിവ്യൂ ചെയ്യുന്നത് അൺബോക്സിങ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊരു ഒറിജിനൽ അൺബോക്സിങ് അല്ല, ഞാൻ വാങ്ങിച്ചിട്ട് കുറേ നാളായി. ഇതൊരു നമ്മുടെ DIR 882 എന്ന് പറയുന്ന D-Linkൻ്റെ ഒരു ഡുവൽ ബാൻഡ് റൗട്ടറാണ്. എക്സോ AZ2600 സീരീസാണ്. അപ്പോൾ നമുക്ക് നോക്കാം, അതിൻ്റെ സൈഡ് വ്യൂ നോക്കാം. അതിൻ്റെ ബോക്സാണ് എനിക്കിവിടെ കിട്ടിയത്, ഒരു വലിയ ബോക്സാണിത്. റൗട്ടറും അത്യാവശ്യം വലുതാണ്. നമുക്ക് ജസ്റ്റ് അതിൻ്റെ സൈഡൊക്കെ നോക്കാം. ബോക്സിൻ്റെ D-Linkൻ്റെ അത്യാവശ്യം നല്ലൊരു റൗട്ടറാണിത്. 4K സ്ട്രീമിങ്ങിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നൊരു നല്ലൊരു ക്വാളിറ്റിയുള്ള റൗട്ടറാണ്. അപ്പം ഇതിന് കുറേ അധികം ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. നമ്മുടെ MU-MIMO ടെക്നോളജി, അതുപോലെ സ്മാർട്ട് ബീഫോമിങ്, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഡുവൽ കോർ 800 MHz ഡുവൽ കോർ പ്രോസസ്സർ ഉണ്ട്. പിന്നെ ഗെയിമിങ്ങിന് വേണ്ടിയുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള റൗട്ടറാണ്. സ്ട്രീമിങ്ങിനും ഗെയിമിങ്ങിനും ഒക്കെ വേണ്ടി ഉള്ളൊരു മെയിൻലി ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത് സ്ട്രീമിംഗ് ആൻഡ് ഗെയിമിംഗ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഒരു MRP എന്ന് പറയുന്നത് 12,075 രൂപയാണ് ഇത് കാണിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 2 USB പോർട്സ് ഉണ്ട്. 160 ഹെർട്സിൻ്റെ ഒരു വൈഫൈ ചാനൽ വിടുത്തുള്ളൊരു റൗട്ടറാണ്. AC സ്മാർട്ട് ഫോമിംഗ് ഉണ്ട്. ഡുവൽ ബാൻഡാണ്. MU-MIMO ടെക്നോളജി ഉണ്ട്, കാണാൻ പറ്റുന്നത് കവറിൻ്റെ പുറത്ത്. എക്സ്ട്രീം വൈഫൈ കവറേജ് എന്ന് അവർ പറഞ്ഞേക്കുന്നത് പക്ക കറക്റ്റാണ്. എൻ്റെ വീടൊരു 3,400-500 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അപ്പോൾ ആ വീട് ഫുൾ കവറേജ് ഉണ്ട്. അപ്പം ആ വീട് ഫുള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് ഫുള്ള് കവറേജും, പിന്നെ എൻ്റെ പുറത്ത് ഒരു 100-150 മീറ്റർ പുറത്ത് പോയി ദൂരെ നിന്ന് കഴിഞ്ഞാൽ പോലും എനിക്ക് നല്ലപോലെ എൻ്റെ റൗട്ടർ 200 മീറ്ററിനകത്ത് വരെ എൻ്റെ റൗട്ടർ പുറത്തോട്ടുള്ള വൈഫൈ കവറേജ് അവൈലബിൾ ആണ്. അപ്പം ജസ്റ്റ് റൗട്ടർ എടുത്ത് മാറ്റി വെച്ചേക്കാണ്. ഞാൻ ഇതിനകത്ത് തിരിച്ച് വെക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്നോട് കൂടെ കിട്ടിയത് ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ഉണ്ട്. അതുപോലെ വാറണ്ടി കാർഡിൻ്റെ ഒരു സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ, ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. അതുപോലെ തന്നെ D-Linkൻ്റെ വൈഫൈ കോൺഫിഗറേഷൻ കാർഡ്. അതിനകത്താണ് വൈഫൈയുടെ പാസ്വേഡൊക്കെ നമുക്ക് മെൻഷൻ ചെയ്തിരുന്നത്, കാണാൻ പറ്റും. അതാണ് എൻ്റെ കൂടെ കിട്ടിയൊരു കാർഡ്. പിന്നെ എനിക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയെന്ന് പറയുന്നത് എൻ്റെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ഉണ്ട്, ഇല്ലേ, ക്വിക്ക് ഇൻസ്റ്റലേഷൻ ഗൈഡാണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൻ്റെ കൂടെ കിട്ടിയത് നമുക്ക് പവർ അഡാപ്റ്റർ കണ്ടില്ലേ, ഇതാണ് ഇതിലൂടെ പവർ അഡാപ്റ്റർ കിട്ടിയിരിക്കുന്നത്. നോർമൽ ഇന്ത്യൻ ചാർജറാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് D-Linkൻ്റെ US പ്രോഡക്റ്റ് ആണെന്നാണ്. ഇതൊരു Cat 5 ആണെന്ന് തോന്നുന്നു കേബിള്. അതങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ല, Cat 5 ആണോ 5 ആണോ 6 ആണോ എന്ന് കേബിളിൻ്റെ പുറത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ നല്ല കേബിളാണ്. നമുക്കപ്പം റൗട്ടർ നോക്കാം. ഇതാണ് എൻ്റെ D-Link DIR 882 എന്ന് പറയുന്ന റൗട്ടർ. ഇത് വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു 6 മാസം ആവുന്നുണ്ട് ഞാൻ വാങ്ങിച്ചിട്ട്. ഹൈ പെർഫോമറാണ്, ഒരു ബെസ്റ്റ് പെർഫോമറാണ് ഈ റൗട്ടർ. അപ്പം ഞാനിതിൻ്റെ കേരള വിഷൻ്റെ മോഡത്തിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. 4 ആൻറ്റിനയാണുള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ USB 3യുടെ USB പോർട്ട് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് LED ലൈറ്റ്സ് ഉണ്ട് ഫ്രണ്ടിൽ, കണ്ടില്ലേ. ഒന്ന് പവർ, പിന്നെ ഒന്ന് ഇൻ്റർനെറ്റ്, പിന്നെ ഒന്ന് 2 GHz, ഒന്ന് 5 GHz, പിന്നെ 2 USB-യുടെ. ഇത് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് മിന്നി നിൽക്കും, അത്രേ ഉള്ളൂ. D-Linkൻ്റെ ഒരു നല്ല ഡിസൈൻ ഉണ്ട് ഈ ഒരു റൗട്ടറിന്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ ഡിസൈൻ. അതുപോലെ 4 ആൻറ്റിനാണുള്ളത്. സൈഡ് വ്യൂ ഇതാണ് ഇതിൻ്റെ. നമുക്ക് ബാക്കിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ പോർട്സ് ഒരു വാൻ പോർട്ട്, 3 നോർമൽ ഫാസ്റ്റ് ചാനൽ പോർട്ട്, ഒരു 1 Gigabit പോർട്ട്. പിന്നെ ബാക്കിൽ ഒരു USB 2 പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ പവർ ഓൺ ഓഫ് ഉണ്ട്. പിന്നെ വൈഫൈ ഓൺ ഓഫ് ചെയ്യുന്നുണ്ട്. WPS ഉണ്ട്. റീസെറ്റ് ബട്ടൺ ഉണ്ട്. പിന്നെ ഒരു പവർ ഓഫ് ബട്ടൺ ഉണ്ട് ബാക്കിൽ. നമ്മുടെ റൗട്ടർ ഓഫ് ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു ഓപ്ഷനുള്ള പവർ ബട്ടൺ ഉണ്ട്. പിന്നെ ഫ്രണ്ടിലുണ്ടല്ലേ USB 3യുടെ പോർട്ട്. നല്ല സ്പീഡാണ് ഈ പോർട്ട് വഴി നമ്മൾ FTP വഴി കണക്ട് ചെയ്യുമ്പം ഡാറ്റ ട്രാൻസ്ഫറൊക്കെ നല്ല സ്പീഡിൽ തന്നെ നടക്കുന്നുണ്ട്. ഇതൊരു നല്ല, നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ ഞാൻ വാങ്ങിച്ചപ്പോൾ 6,800 ആയിരുന്നു തോന്നുന്നു എനിക്ക് പ്രൈസ് ആയത്. പക്ഷേ എനിക്കിതൊരു വർത്തായിട്ടാണ് തോന്നിയത്. കാരണം നല്ലൊരു റൗട്ടറാണ്. കവറേജ്, എനിക്ക് എൻ്റെ മെയിൻ യൂസ് കവറേജ് ആയിരുന്നു. എനിക്ക് വീട്ടിൽ കവറേജ് കിട്ടുന്നില്ലായിരുന്നു എനിക്ക് കേരള വിഷൻ്റെ മോഡം. അപ്പം എനിക്ക് ഈ ഒരു ബെസ്റ്റ് റൗട്ടറാണ്. അപ്പം ഇതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.